ഹായ്, നമുക്കിന്നൊരു നാടൻ റെസിപ്പി ട്രൈ ചെയ്യാം. നാടൻ ഞണ്ട് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റിൻ്റെ സിംഗപ്പൂർ, മലേഷ്യൻ റെസിപ്പിയൊക്കെ നല്ല രസമാണ്. അത് ഞാൻ ഇനിയൊരു ദിവസം ചെയ്യാം. അതിൽ രസമാണ് നമ്മുടെ നാടൻ ഞണ്ട് റോസ്റ്റ് റെസിപ്പി. കുറച്ച് തേങ്ങയൊക്കെ ചേർത്തുള്ള റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഞണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 3-4 പച്ചമുളക് ചതച്ചെടുത്തു. 2 മീഡിയം സൈസ് സവാള തിന്നായിട്ട് അരിഞ്ഞു വെച്ചു. 2 കറിവേപ്പിലയുടെ തണ്ട്, 1 മീഡിയം സൈസ് തക്കാളി മീഡിയം സൈസായിട്ട് അരിഞ്ഞു വെച്ചു. ചട്ടി വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. 2 ഉണ്ടമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞണ്ട് റോസ്റ്റിന്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങയൊന്ന് മൂത്ത് വന്നു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇത് നമ്മൾ ഒത്തിരി ഇട്ട് മൂപ്പിക്കണ്ട, ഒന്ന് വാടിച്ച് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ എടുത്താൽ മതി. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇത്രയിട്ട് നമുക്ക് സവാളയൊന്ന് പകുതി വഴന്നെടുക്കാം. സവാളയ്ക്ക് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവ. ഇതൊന്ന് മൂപ്പിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. നമുക്കിനി ഇതൊരു 4-5 മിനിറ്റ് അടച്ചു വയ്ക്കാം വേവിക്കാൻ. ഇതിപ്പോൾ ഞാൻ 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. ഇതിലേക്ക് നമുക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഞണ്ടിലേക്ക് നല്ലോണം പെരട്ടാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പം മസാലയൊക്കെ നല്ലോണം നമ്മുടെ ഞണ്ടിൽ പിടിച്ചു. ഇനി നമുക്ക് തീ സിമ്മിൽ വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രയും മതി. നമുക്കിനി 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. പത്ത് മിനിറ്റായി. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. മസാലയൊക്കെ നല്ലോണം പിടിച്ച് നമ്മുടെ ഞണ്ട് റോസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ. കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുത്തു. അത്രേ ഉള്ളൂ. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി. അപ്പോൾ നമ്മുടെ നാടൻ ഞണ്ട് റോസ്റ്റ് റെഡിയായി.
നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ.